ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഞാനിപ്പോൾ തുറക്കാം. എല്ലാത്തിനും കൂട്ടിയിട്ടിട്ട് ഒരു ഇൻട്രോ എടുക്കുന്നു നിൽക്കേ. അപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒത്തിരി നന്ദിയും സ്നേഹവും. അപ്പോൾ ഇന്നും നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് അടുക്കള വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. എപ്പോഴും നമ്മൾ അടുക്കളയിൽ എൻ്റെ ചമ്മന്തി, എൻ്റെ അണ്ണൻ പറയും നിനക്ക് എന്നും ഇതേ ഉള്ളൂ, ചമ്മന്തി, ഓമയ്ക്കത്തോരൻ, ഉണക്കമീൻ വറുത്തത്. എന്നെ അന്ന് മുതൽ കളിയാക്കുമായിരുന്നു. ഞാൻ ഇച്ചിരി ഒരു പുരോഗമനമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഞാൻ ചൂരമീൻ കറി വയ്ക്കാനും പിന്നെന്താ വേറെ ഓരോന്നൊക്കെ ചീരയൊക്കെ തോരൻ വയ്ക്കാൻ പഠിച്ചില്ലേ. എന്നെ ആദ്യം മുതലേ കളിയാക്കായിരുന്നു, ഇതൊക്കിതേ ഉള്ളൂ എന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിഷ്ടമുള്ളവർ കണ്ടാൽ മതി, എന്നെയും കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എന്ന് കേട്ടോ. പാവം ഞാൻ അല്ലേ, പാവം ഞാൻ. അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കള വിശേഷങ്ങളൊന്നും കാണണ്ട കേട്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. അപ്പോഴേ കുളിയും തേവാരും ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴിങ്ങനെയൊക്കെ കെട്ടിച്ചേരിക്കും ഈ ഷോർട്ടൊക്കെ ഇടവരിക്കുന്ന ചിരി വരുന്നേ. ആകെ ഇപ്പോൾ ഇച്ചിരി മുടിയുണ്ട്, അത് ദേ ഒരു വലിയൊരു തോർത്തും വെച്ചൊക്കെ അങ്ങോട്ട് കെട്ടി. അതൊക്കെ ഒരു രസമല്ലേ നാട്ടിൻ പുറത്തെ വീട്ടമ്മമാർക്ക് കേട്ടോ. അപ്പോൾ അതെനിക്കൊക്കെ ചിരി വരും. ഉള്ള മുടി നമ്മളൊന്ന് തോർത്തണ്ടേ, ഒന്ന് ഉണക്കണ്ടേ, പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോളും എന്ന് വെച്ചാൽ അത്രയ്ക്ക് മുടി ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇൻട്രോ എടുത്തിട്ട് പോകാം. അപ്പോഴിന്ന് ഞായറാഴ്ചയാണ്, കുടുംബശ്രീ ഉണ്ട് എൻ്റെ പൊന്നെ. അപ്പോൾ അന്നേരത്തേക്ക് ഞാൻ രാവിലെ അമ്മിണിക്ക് കൊടുക്കാനുള്ളതെല്ലാം അമ്മിണിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി ഉണക്കണം. പിന്നെ എനിക്ക് കല്ലുമേ കഴുകാൻ ഇത്തിരി ഉണ്ടല്ലോ. എല്ലാം ഒന്നും നമ്മൾ മെഷീനകത്ത് ഇടത്തില്ല കേട്ടോ. കൈവച്ച് കഴുകാനുള്ളത് അങ്ങനെ കഴുകും. അതൊക്കെ കഴുകി വിരിച്ചു, പിന്നെ കുളിച്ചത് കേട്ടോ. പിന്നെ ചോറൊക്കെ ആയി, ചോറും വെന്തു, കൂട്ടാനുമായി. നേരത്തെ മോരുകറി മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് വലിയ പെടാപ്പാടൊന്നും ഇല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞ കേട്ടോ, അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോഴതാ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളൊന്നും കാണണ്ട, കുറച്ച് വർത്താനം ഒക്കെ പറയാം. എന്നും നമ്മൾ അങ്ങോട്ട് ഭയങ്കര ഗെയിമേൽ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്കും ദേഷ്യം വരത്തില്ലയോ അല്ലയോ. അപ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് വർത്താനമൊക്കെ പറയാം. അപ്പോഴല്ലേ എന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോഴിന്ന് നമുക്ക് ഇച്ചിരി കഥ പറച്ചിലും ഒക്കെ ആവാം കേട്ടോ. ഞായറാഴ്ചയായിട്ട് എല്ലാവരും പള്ളിയിലും ഒക്കെ പോകാനുള്ളവരൊക്കെ പോയി തുടങ്ങി, വരാനുള്ളവരൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ പള്ളിയിൽ അപ്പുറത്തും ആരാധനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേ പൂവൊക്കെ വെക്കട്ടെ, മുടിയൊക്കെ ഒന്ന് തോർത്തി പൂവൊക്കെ വയ്ക്കണ്ടേ. പൂ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വെച്ചാൽ എനിക്കൊരു സുമാറുള്ളൂ കേട്ടോ, എനിക്കൊരു രസം തോന്നുള്ളൂ സത്യം. ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പൂ വയ്ക്കുന്നതുകൊണ്ട് എനിക്കും പൂവില്ലാതിരിക്കാൻ പോലും ഭയങ്കര ഒരു വല്ലാതെ കേട്ടോ. ദൈവമേ, ഇത് ആരായി പോകുന്നത്, എന്തോ സ്പീഡിലാണ് വണ്ടി പോകുന്നത് എനിക്കറിയത്തില്ല. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലേ പിള്ളേർക്കൊന്നും. അപ്പോഴേ കാർക്കൂന്തൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാർക്കൂന്തൽ ഉണങ്ങുമ്പോൾ പൂന്നും പറഞ്ഞിരിക്കുന്നു നമ്മുടെ പേളിമാണിയുടെ മുടിയുടെ കൂട്ട് കേട്ടോ. നീളമുണ്ട്, പക്ഷേ ഇടയ്ക്ക് അതങ്ങ് ഇങ്ങനെ വലിക്കുമ്പോൾ മുടിക്ക് നീളമുണ്ട്. എൻ്റെ മോന് ഇപ്പം ഇന്നാൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ച എൻ്റെ മോനോടെ, എടാ മോനെ അമ്മയുടെ മുടി കിളിർത്തോന്നേ. അപ്പോഴെന്നോട് പറയും ദേ പൂജാമുറിയുടെ മുന്നിൽ കിടക്കുന്നു. ഞാൻ ചോദിച്ചു എന്തോ, അമ്മയുടെ മുടിയുടെ തുമ്പ് ദോലെ അവിടെ കിടക്കുമെന്ന്. ഇപ്പം എപ്പോഴും ഇതും പറഞ്ഞ് എന്നെ കളിയാക്കാട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും മതി, നിൻ്റെ പപ്പ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചില്ല, എനിക്ക് ഇതൊക്കെ മതി, നിൻ്റെ പപ്പയ്ക്ക് എൻ്റെ മതിയെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് വേളം വെച്ചു, അങ്ങനെയല്ലേ എന്നെ കെട്ടിക്കൊണ്ട് വന്നതൊക്കെ ചുമ്മാ. നമുക്കല്ലേ അറിയത്തുള്ളൂ മുടി ഇല്ലാത്തതിൻ്റെ വിഷമാലിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടം മുടി വേണമെന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഈ വയസ്സാകാലത്ത് മുടി കിളിക്കും ഇല്ല, ഉള്ള മുടിയും കൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോഴും നമുക്ക് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കാണാൻ പോകാം കേട്ടോ. ഇങ്ങനെയല്ലേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത്, ഒന്ന് ചീകി കിട്ടും, ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്ലൈഡ് അപ്പുറത്തിരിക്കുന്ന കേട്ടോ. അപ്പം പൂവും ഒക്കെ എടുത്ത് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് കാര്യം പറയാം കേട്ടോ. ഇന്ന് ഇതൊക്കെ ഉള്ളൂ, അടുക്കളയിലെ പണി ഒത്തിരി ഒന്നുമില്ല കേട്ടോ. സ്ലൈഡ് അപ്പുറത്തിരിക്കുന്ന കേട്ടോ, ഇനി എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോഴും സ്ലൈഡൊക്കെ കുത്തിക്കൊണ്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് വന്ന് പോയി സ്ലൈഡ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ.
അപ്പോഴെന്നോട് വെച്ച് ഞാൻ കഥ അടച്ചിട്ടേക്ക് കേട്ടോ. അപ്പുറത്ത് ടി വി വാർത്ത കേൾക്കുന്നു. അപ്പോഴെന്നോട് ചോദിച്ചാൽ എന്തോ എടുക്കുമെന്ന് കഥ അടച്ചിട്ട് അപ്പോഴിത്രയൊക്കെ ഉള്ളൂ നമ്മുടെ രാവിലത്തെ മേക്കപ്പ്. പിന്നെ എൻ്റെ പൂ എടുത്ത് വയ്ക്കും കേട്ടോ. പൂ എടുത്ത് വയ്ക്കും, അതേ ഉള്ളൂ. ഇതേ കെട്ടി വെച്ചേക്കും കേട്ടോ. ഇന്ന് നമ്മുടെ മുല്ലയ്ക്കകത്ത് നിന്ന് മോള് പറിച്ചുകൊണ്ട് തന്നു. ഇച്ചിരി ഉള്ള ഞാൻ കെട്ടി വെച്ചേക്കും കേട്ടോ. പിച്ചിയുണ്ട്, മുല്ലയുണ്ട്, നമ്മുടെ ലേഡീസും ഉണ്ട് കേട്ടോ. അത് രണ്ടും കൂടെ നമുക്ക് കോർത്ത് കേട്ടാം. ചിലപ്പോൾ സ്ലൈഡ് എടുത്ത് കുത്തും, ചിലപ്പം ചുമ്മാ ഇങ്ങനെ മുടിയിൽ ചെയ്യില്ല കേട്ടോ. മുടി ചിലർ വിചാരിക്കും ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓവർ മേക്കപ്പ്. അത് ചിലപ്പോൾ ഈ ക്യാമറയുടെ ആയിരിക്കും. നമുക്ക് ക്യാമറയുടെയൊക്കെ ആയിരിക്കും കേട്ടോ. അത് ഈ നല്ല ചിലത് നല്ല സെറ്റിങ്സിൽ നമുക്ക് മാറ്റാം. അല്ലാതെ നമ്മളൊന്നും അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടത്തില്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് കോർത്ത് വയ്ക്കും. ഇങ്ങനെ മുടിയെടുത്ത് നമ്മുടെ ചിഹ്നം ഉടങ്ങാണ്ടിരുന്ന് കരയുന്നു കേട്ടോ. സ്ലൈഡൊന്നും എടുത്തില്ല. ഇങ്ങനെ അങ്ങോട്ടിട്ടു. പിള്ളേരായ സിന്ദൂരം ഇടണം, പിന്നെ പൂവൊക്കെ വയ്ക്കണം കേട്ടോ. മുടി കണ്ടോ, നനയുമ്പോൾ ഒട്ടുമില്ല കേട്ടോ. പിള്ളേരെല്ലാം കണ്ണടച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് സ്വകാര്യം പറഞ്ഞതാണ് കേട്ടോ. കണ്ണൊക്കെ ചൊറിയുന്നു. ഇന്ന് ആരെങ്കിലും എന്നെ കരയിപ്പിക്കുന്നതോ അണ്ണൻ്റെ നടി കിട്ടുമോ ഒന്നും അറിയത്തില്ല. കുടുംബശ്രീക്ക് പോകുമ്പോൾ പൈസ വയ്ക്കുമ്പോൾ എന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ എനിക്ക് പൈസ അറിയണം. അപ്പോഴിത്രയേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ മേക്കപ്പ് കേട്ടോ. അന്നേരം കുടുംബശ്രീക്ക് പോകുമ്പോൾ പൈസ ആയിരുന്നില്ലെന്ന് പറയുമ്പോൾ ഞാനിത് വെറുതെ ഇരുന്ന് കരയും കേട്ടോ. എനിക്ക് പോയേ പറ്റത്തുള്ളൂ, എനിക്ക് തന്നേ പറ്റത്തുള്ളൂ, ഇംഗ്ലാസ് ഇന്താവാ നമ്മൾ വിളിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൽ ചെന്നിരുന്ന് കഥ പറയാം കേട്ടോ. ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടോ. ഒന്നും വെക്കാനില്ല, സിന്ദൂരം എടുത്ത് പൗഡറും എടുത്തതേ ഉള്ളൂ കേട്ടോ. പറക്കി വെച്ചിട്ട് നമുക്ക് കഥ പറയാമെന്ന് ഇന്ന് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഒത്തിരി ദിവസമൊന്നും ആയില്ല നമ്മുടെ അജിത ചേച്ചിയുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ രാജമ്മയുണ്ടല്ലോ വഴക്ക് പറഞ്ഞ് ഷാളിങ്ങനെ കിടന്നപ്പം കേട്ടോ. ഷാൾ ഗ്യാസിൻ്റെ അടുത്ത് കിടന്നപ്പോൾ അപ്പോഴേ നമ്മളൊക്കെ കമൻറ്റിലൊക്കെ അറിയിച്ചു. അമ്മ രാജമ്മ പറഞ്ഞത് സത്യമായിട്ടോ. വലിയ ഷൂട്ടിങ്ങുകാരാ. അപ്പോഴാ തീ വരുന്നതൊന്നും നമ്മൾ അറിയത്തില്ല കേട്ടോ. അത് എല്ലാവർക്കും ഒരു നല്ല ഒരു പാഠങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം. പ്രത്യേകിച്ച് തന്നെ ഗ്യാസ് ഭയങ്കര അപകടമല്ലേ. ഞാൻ പറയത്തില്ല, എനിക്ക് ഭയങ്കര പേടി. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. നമ്മുടെ പഴയ വീട്ടിൽ വെച്ചാണ്. പഴയ വീട്ടിൽ മക്കളോ കുഞ്ഞായിരുന്ന സമയത്ത് അപ്പോഴേ അണ്ണനെ എവിടെയോ പോകാനുള്ള ഒരു സൈറ്റിലെങ്ങാണ്ട് പാലം എങ്ങാണ്ട് ഭയങ്കര ധൃതി കൂട്ടി. അപ്പോഴേ എനിക്ക് ഗ്യാസ് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോഴങ്ങനെ ഗ്യാസ് എടുത്ത് കുറ്റി മാറ്റി വെച്ചതാണ് കേട്ടോ. കുറ്റി മാറ്റി വെച്ചു. പക്ഷെ അപ്പോഴും ഈ അണ്ണയില്ല നമ്മുടെ ലൈറ്റർ എടുത്തല്ല ഇങ്ങനെ കുറ്റിയുടെ അടുത്ത് ഇങ്ങനെ ലീക്ക് വല്ലതും ഉണ്ടോ നമ്മൾ നോക്കാൻ എടുക്കത്തില്ല. ലൈറ്റർ വെച്ച് ഇങ്ങനെ കത്തിക്കത്തില്ല. പക്ഷെ അപ്പോഴും അണ്ണന് തീപ്പെട്ടി വരച്ചാൽ ഇങ്ങനെ നോക്കിയത് പെട്ടെന്നങ്ങ് ആ കുറ്റിക്കകത്തങ്ങ് തീ ആളിപ്പടർന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ വീട് ഓടിട്ട വീടാണല്ലോ. പുള്ളിക്കാരനും അങ്ങ് പേടിച്ചു. ഞാൻ പക്ഷെ ആ വീട്ടിൽ വെച്ച് ഇങ്ങനെ നമ്മുടെ ഗ്യാസൊക്കെ മാറ്റി വയ്ക്കുമ്പോഴേ ഫ്രിഡ്ജും എല്ലാം ഓഫാക്കും കേട്ടോ. ഓഫാക്കി ഇട്ടിട്ട് ഞാനത് മാറ്റി വയ്ക്കാൻ സമ്മതിക്കത്തുള്ളൂ. നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഓഫാക്കി ഇട്ടിട്ട് ഇപ്പോഴും അത് ഞാൻ പറഞ്ഞില്ല, മെനഞ്ഞാന്നാണെങ്കിലും അങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇത് അപ്പോഴിൽ തീപ്പെട്ടി ഓരച്ചങ്ങോട്ട് കത്തിച്ചിങ്ങനെ നോക്കിയതിൽ പെട്ടെന്നങ്ങ് കുറ്റിക്കകത്തങ്ങ് തീ ആളി പടർന്നു. അപ്പോഴും അണ്ണനെങ്കിൽ എന്താ ചെയ്യും നമ്മൾ പെട്ടെന്ന് കുറ്റിക്കകത്തേക്ക് തീ ആളി പടർന്ന് പേടിയാവത്തില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങ് നിൽക്കും കേട്ടോ. അപ്പോഴും എനിക്ക് അതിനേക്കാളും പേടി. പക്ഷെ അണ്ണനെ അനങ്ങാൻ വയ്യ കേട്ടോ. ഇങ്ങനെ പേടിച്ചങ്ങ് നിന്ന് പോയി. പക്ഷെ പെട്ടെന്ന് ഞാനെന്തോ ചെയ്തു, ഏതോ ഒരു തുണി ഏതാണ്ട് ഉണ്ടായിരുന്ന തുണി എന്തോ എന്തിനാ മോനെ അവൻ കരയുന്നേ? അപ്പോഴേ പെട്ടെന്ന് ഞാനില്ല തുണി ഏതാണ്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ ഇല്ല. അപ്പോഴും വെള്ളത്തിൽ മുക്കിയിട്ട് പെട്ടെന്ന് ഇതിങ്ങനെ
അങ്ങ് അണച്ച് കേട്ടോ. ചാക്കൊക്കെ എന്നാണ് പറയുന്നത്, പക്ഷെ ചാക്കൊന്നും അന്നേരം കണ്ടില്ല. ഞാൻ എന്തോ തുണി ഇപ്പോഴെനിക്ക് ഓർമ്മയിലുണ്ട്, എന്തോ ഒരു തുണി നനച്ച് പെട്ടെന്ന് ഞാനങ്ങ് ഇട്ട്. അപ്പോഴാ അതിന് തീ അങ്ങ് കെട്ട് കേട്ടോ. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഭയങ്കര പേടി, ഇവിടെ ഭയങ്കര പേടി. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഗ്യാസിൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെ പേടി. പിന്നെ വല്ല ചെയ്ത് നമ്മളങ്ങ് എല്ലാം ചെയ്യുക കേട്ടോ, ഭയങ്കര പേടി. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ഉണക്കം കൂടല്ലേ, പെട്ടെന്ന് തീയൊക്കെ ആളി പടരുകയൊക്കെ ചെയ്യും. ഒരു എന്താ ചിലർ ഈ ഉണക്ക സമയത്തൊക്കെ നമ്മളെ അവിടെ ഇങ്ങനെ തീ ഉണ്ടാവും, തീ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇന്നാൾക്ക് ഞാൻ കനാല് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഈ ബീഡിക്കുറ്റിയൊക്കെ ചിലരിങ്ങനെ വലിച്ചെറിയപ്പോൾ ഈ അതിനകത്തുനിന്ന് ഇങ്ങനെ തീപ്പൊരി വീട് അവിടെ അത്രേ ഭാഗം ഇന്നാളിലും അങ്ങനെ കഴിഞ്ഞതായിരുന്നു. ഞാൻ പുല്ലൊക്കെ കാണിച്ചല്ലോ, ആ ഭാഗം അന്ന് ഒത്തിരി ഭാഗം അങ്ങനെ ട്രാൻസ്ഫോർമറും ഒക്കെ ഇരിക്കുന്ന ഒരു ഭാഗം കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ഗ്യാസിൻ്റെ അടുത്തൊക്കെ നിന്നുള്ള ഇതും ഗ്യാസ് ഓഫാക്കി ഇടിയൊക്കെ ചെയ്യണം. ഞാനാണെങ്കിൽ ഇവിടെ നമ്മൾ പകലാണെങ്കിലും നമ്മളിവിടെ കതകും പൂട്ടി പോകുന്ന എവിടെ ആണെങ്കിലും ഞാൻ കുറ്റി ഓഫാക്കും. അല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഗ്യാസ് കുറ്റി ഓഫാക്കത്തില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ എന്തായാലും ഗ്യാസ് കുറ്റി ഓഫാക്കിയിട്ടേ പോകത്തുള്ളൂ. ഇപ്പം പിന്നെ അമ്മയ്ക്കും ഒരു ഓർമ്മക്കുളറൊക്കെ ഉണ്ടല്ലോ. ഇന്നാളും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെങ്ങാണ്ട് അത് അന്ന് അതിന് മുന്നേ കേട്ടോ. ഇപ്പം അമ്മയ്ക്ക് അത്ര ഇതല്ല. പിന്നെ അപ്പോഴും എങ്ങാണ്ട് പോയിട്ട് വന്നപ്പം നമ്മുടെ ഗ്യാസ് ഓണായിരുന്നു. പക്ഷെ അമ്മേതാ തീ ചെറുതാക്കിയപ്പോൾ അണഞ്ഞു പോയതായിരിക്കും, പക്ഷേ ഓഫല്ലായിരുന്നു കേട്ടോ, അടുപ്പ് ഓഫല്ലായിരുന്നു. അയ്യോ ഞാൻ പിന്നെ പെട്ടെന്ന് മോളെ കണ്ടുപിടിച്ച 2 പ്രാവശ്യം അങ്ങനെ ആക്കി. ഇപ്പം പിന്നെ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഞാൻ ചായയൊക്കെ നമ്മുടെ ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ കേട്ടോ. അല്ല പ്രായം അത് നമുക്കെന്തെങ്കിലും ചിലപ്പോൾ ഒരു ഓർമ്മക്കേടും. ഞാൻ പറഞ്ഞില്ലേ ഇന്നാൾക്ക് എന്നാൽ കഴിഞ്ഞ വർഷം ഈ വീടിനകത്ത് താമസമായി നമ്മൾ അങ്ങനെ ഒരു പ്രാവശ്യം ഇതേപോലെ ഞാൻ തന്നെ ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനിങ്ങനെ പപ്പടമൊക്കെ കാച്ചിയിട്ട് ഇവിടെ വന്ന് എൻ്റെ അണ്ണനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പോഴൊരു ഭയങ്കര പോക നമ്മുടെ ഈ പെരയ്ക്കകത്ത് ആകമാനം പോകെ. അപ്പോഴെന്നോട് ചോദിച്ചു, നീ എന്തെങ്കിലും അടപ്പേ വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല. സംഭവം എന്തുവാ, പപ്പടം കാച്ചിട്ട് തീ ഓഫാക്കാതെ ഇവിടെ വന്നിരുന്ന് കാര്യം പറഞ്ഞു. ആ എണ്ണയ്ക്കകത്ത് തീ പിടിച്ചിരുന്നെങ്കിലോ മൊത്തം ചാമ്പലായി പോയിന്. പക്ഷേ തീ പിടിച്ചില്ല, പക്ഷേ എണ്ണ അങ്ങോട്ട് ചൂടായി അങ്ങോട്ട് ഭയങ്കരമായിട്ട് പുക വന്നു കേട്ടോ. അയ്യോ എന്തോ അകത്തും നിൽക്കാൻ വയ്യ, പുറത്തുമൊക്കെ പിന്നെ അങ്ങ് ആയി പുകയങ്ങ്. പിന്നെ നമ്മുടെ ചെറിയ അടുക്കളയിലായിരുന്നല്ലോ. അതാ ഇങ്ങനെയൊക്കെ ഭയങ്കര അപകടം. നമ്മൾ ഒരു ചെറിയൊരു അശ്രദ്ധ മതി വലിയ അപകടം ഉണ്ടാവുകയല്ലേ. ഭയങ്കര എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നവരൊക്കെ തന്നെയും ചിലപ്പം ഞാൻ ചില വീഡിയോ ഒക്കെ കാണും, കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പാചകം ചെയ്യുമ്പോൾ കേട്ടോ, അതും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കാണുന്ന വീഡിയോ നമ്മുടെ കൂട്ടുകാരൊക്കെ ഞാൻ പറയും കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണേന്ന്. പൊടി കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ കറണ്ട് അടുപ്പിൻ്റെ ഒക്കെ എടുത്ത് നമ്മുടെ മാമൂസിൻ്റെയൊക്കെ കുഞ്ഞൊക്കെ മോനൊക്കെ ആദിൽ മോനൊക്കെ കുഞ്ഞല്ലേ. അപ്പോഴെനിക്കങ്ങ് പേടി, അവനിങ്ങനെ കൈ വെച്ച് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കങ്ങ് പേടി വരും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പേടി വരും. അങ്ങനെ എൻ്റെ വീടിൻ്റെ മുകളിലാണെങ്കിൽ ഒരു പൊടിക്കുഞ്ഞ്, അവന് 1 വയസ്സായതേ ഉള്ളെന്ന് തോന്നുവേ. അപ്പം കൊച്ചു വീട്ടിലെ കേട്ടോ, കൊച്ചു വീടായിരുന്നു. അപ്പോഴും അടുപ്പിൽ നിന്ന് പാല് തിളപ്പിച്ച് അങ്ങോട്ട് വെച്ചത്. ഓ ആര് കൊച്ചവനോ? വരും. അപ്പോഴും അങ്ങോട്ട് അമ്മയാണെങ്കിൽ പാല് തിളപ്പിച്ച് അങ്ങോട്ട് വെച്ചതുമല്ല, പിന്നെ ഇവനെ ചെന്ന് കുടിക്കുക അങ്ങോട്ട് ചെയ്ത്. എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഭാഗം മൊത്തം കേട്ടോ വെന്തു പോയി. ഒരു കുഞ്ഞല്ലേ, പാലിന് ചൂടിൽ. എൻ്റെ ദൈവമേ. പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. കുഞ്ഞിൻ്റെ ഈ ഭാഗം മൊത്തം അങ്ങ് ചൂട് തട്ടി പെട്ടെന്ന് കേട്ടോ. എൻ്റെ ചേട്ടത്തിയുടെ മോൻ്റെ എൻ്റെ കല്യാണത്തിൻ്റെ ദിവസത്തെ ആ ആൽബമൊക്കെ ഒന്ന് കാണണം. എൻ്റെ പൊന്നോ, എൻ്റെ മുഖം ഇത്രയും ഭാഗം ഉണ്ടല്ലോ ചൂട് വെള്ളം വീണ് മൊത്തം പൊള്ളിയിരുന്നത്. എൻ്റെ കല്യാണം ആ ആൽബമൊക്കെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് സങ്കടം വരും. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കേട്ടോ. ചേട്ടത്തിയുടെ മോന് അപ്പുറത്തെ വീട്ടിൽ, അവനിൽ കുഞ്ഞ് പ്രായം 1 വയസ്സ് 1.5 വയസ്സും കണ്ടേ ഉള്ളായിരുന്നു എൻ്റെ കല്യാണ സമയത്ത് കേട്ടോ. അപ്പുറത്തെ വീട്ടിലോട്ട് ചെന്നത്. അപ്പോഴും അവിടുത്തെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നങ്ങാണ്ട് ഒരുപാടങ്ങ് തിളച്ച വെള്ളമല്ലായിരുന്നു, കുറച്ച് ചൂടുണ്ടായിരുന്നു. പൊടിക്കുഞ്ഞല്ലേ ഇതിന്. അപ്പോഴെങ്ങനെയോ ആ കുഞ്ഞിൻ്റെ ആ കയ്യിൽ നിന്ന്
വെള്ളം വീണൻ്റെ പൊന്നുപോലെ ഇവിടെ ഇത്രയും ഭാഗം ഞാൻ ആ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. കല്യാണത്തിന് വന്നവരെ ഞങ്ങളെയൊന്നും അല്ലെന്നാ തോന്നുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മുഖമൊക്കെ അന്ന് അങ്ങോട്ടോ ഒരാഴ്ച എങ്ങോട്ട് ആയതേ ഉള്ളൂ. ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്കത്. എൻ്റെ മോൻ്റെ ഇവിടെ എല്ലാം അങ്ങ് പൊള്ളി, പിന്നെ തോല് മൊത്തം പോയായിരുന്നു. കാണാൻ എന്നാൽ സുന്ദര കുട്ടപ്പനും ആയിരുന്നു കേട്ടോ. ഇപ്പോഴും സുന്ദര കുട്ടപ്പൻ തന്നെ എൻ്റെ മോന്, ചേട്ടത്തിയുടെ മോന് കേട്ടോ. അപ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒത്തിരി സൂക്ഷിക്കണം. ഈ പൊടി കുഞ്ഞുങ്ങളെ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. ഗ്യാസും കുഞ്ഞുങ്ങളെയും ഒക്കെ സൂക്ഷിക്കുക. പിന്നെ ഒത്തിരി അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ യാത്ര പോകുമ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങളെ അങ്ങ് വിട്ടിട്ട് കേട്ടോ, കുഞ്ഞുങ്ങളെ അങ്ങ് വിട്ടിട്ട് അമ്മമാർ പോകും. ഞാൻ ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ദേഷ്യം വരും. അമ്മമാർക്കിട്ട് ചവിട്ടി കൂട്ടാൻ എനിക്കങ്ങ് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴതിൽ മോക്ക് 22 വയസ്സായി കേട്ടോ. ഞങ്ങൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞ പുറത്ത് പോയാണ്ടല്ലോ അവരെന്നെ അല്ലെങ്കിൽ പിടിക്കുക, അല്ലെങ്കിൽ ഞാൻ അവരെ പിടിക്കുക. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യത്തുള്ളൂ. ഇപ്പോഴാണേലും ഇത്രയും വലിയ കൊച്ചുങ്ങളായിട്ട് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് പരസ്പരം നമുക്കത് കുഞ്ഞുനാളെ മുതലുള്ള നമ്മുടെ ആ ഒരു കേട്ടോ. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കളഞ്ഞിട്ടോ ഓരോ അമ്മമാരും അവർ അങ്ങ് തന്നെ കുഞ്ഞുങ്ങളല്ലേ. ഒഴിയോ ഞാൻ ഇന്നലെയാണോ മെനഞ്ഞാന്നാന്നോ ഞാൻ കുഞ്ഞുണ്ടോ എന്തോ എനിക്കറിയത്തില്ല. എൻ്റെ ദൈവമേ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി വരും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ കുളത്തിലൊക്കെ ഇനിയിപ്പം വെക്കേഷൻ സമയമാണ്. ഇവരൊക്കെ പറയാം ആൺകൊച്ചുങ്ങൾ അവന്മാർ പറഞ്ഞാൽ കേൾക്കത്തില്ല. വിടരുത് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും വിടരുത്. കുളത്തിലും ആറ്റിലും ഒക്കെ പാൻ നിർബന്ധം പിടിക്കും, വിടരുത്. അങ്ങനെയൊന്നും വിടരുത്. ഇനിയിപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് കയ്യും കാലും തല്ലി ഉടുപ്പ് മരത്തിൻ്റെ മേളിലൊക്കെ കയറാൻ പോകും കേട്ടോ. അങ്ങനെയൊന്നും സമ്മതിക്കരുത്. നമ്മളെ അമ്മമാർക്കായിരിക്കും പേരുദോഷം. നമ്മൾ ആ മക്കളെ വഴിതെറ്റിക്കുന്നതിന് അവസാനം നമുക്ക് പേരുദോഷം കിട്ടും കേട്ടോ. അപ്പോഴെല്ലാവരും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കണം. വെക്കേഷൻ സമയത്തൊക്കെ ഈ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പിന്നെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെയും ഇവിടെ 2 വർഷമായെന്ന് തോന്നുന്നു കേട്ടോ. സ്കൂളിലെ പരിപാടിക്ക് വന്നവന്മാർ കുളത്തിൽ പോയി ഒരുമിച്ച് 3 കുഞ്ഞുങ്ങൾ കേട്ടോ ഈ ചെളിയിൽ താന്നു പോയി കേട്ടോ. പിന്നെ നമ്മുടെ മലനട ഉത്സവത്തിൻ്റെ അന്നാണെന്ന് തോന്നുന്നു. അന്നും കുഞ്ഞുങ്ങളാരോ എവിടെയോ ഈ ചതുപ്പിലൊക്കെ ഇങ്ങനെ താഴ്ന്നു പോകത്തില്ലേ. ഈ പിള്ളേരെയും കൊണ്ടൊക്കെ നമ്മളെന്തോ ചെയ്യും ദൈവമേ. അവന്മാർ സ്കൂളിൽ പോകാമെന്നും പറഞ്ഞു പറ്റിച്ചിട്ട് പോകുന്നത് വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോഴും നമ്മൾ എടാ ചിക്കു ഇങ്ങോട്ട് വേടാ. ചിക്കു കയറും ചങ്ങല പൊട്ടിച്ചുകൊണ്ട് പോയി. വാമനെ ദാണ്ട മാമനെ അതിലേ പോന്നു. ഗേറ്റ് തുറന്നിട്ട് അവൻ കയറട്ടെ. അപ്പോഴും അവന് തുടൽ പൊട്ടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പൊട്ടിച്ചു പോകാത്ത കേട്ടോ. അപ്പോഴെല്ലാവരും നമ്മുടെ മക്കളെ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്കണം. അവനെ പോയി പിടിച്ച് കെട്ടട്ടെ. വിളിച്ചാൽ വരും ചിലപ്പോൾ. ഇനിയിപ്പം വേറെ അവൻ്റെ കൂട്ടാളികൾ വല്ലതും ഉണ്ടെങ്കിലേ കിട്ടാതെ വന്ന്. അപ്പോഴിത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അവനെ പോയി പിടിച്ചു കെട്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവന്മാരുടെ കൂടെ പോകും. നമ്മളങ്ങനെ അഴിച്ചു വിടത്തില്ല ഇവരെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇന്നും നമ്മൾ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഗ്യാസിൻ്റെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി കുടുംബശ്രീക്കൊക്കെ പോകണം കേട്ടോ.